നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 278ാമത്തെ എപ്പിസോഡാണിത്. ബഹുമുഖ പ്രതിഭയായ കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറിയൊക്കെ ആയിരുന്ന ശ്രീ കെ ജയകുമാർ IAS കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തെ ആദ്യമായി കാണുന്നതും സംസാരിക്കുന്നതും ദോഹയിൽ വെച്ചാണ്. ശ്രീ കെ നയനാർ മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ അവിടെ സന്ദർശിക്കുകയും അദ്ദേഹത്തോടൊപ്പം ശ്രീ ജയകുമാർ സാറും വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പദവികളെക്കാൾ ഉപരി ഞാൻ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അങ്ങനെ അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിക്കാനായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന പട്ടത്തുള്ളൊരു ഓഫീസിൽ 4-5 തവണ ചെന്നിട്ടും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനൊരു കത്തും കുറിപ്പും എഴുതി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഏൽപ്പിച്ചിട്ട് ഞാൻ മടങ്ങി. അതിനും റിപ്ലൈ ഇല്ല. പല രംഗങ്ങളിൽ പലതിൽ വ്യാപൃതനായിരിക്കുന്ന അദ്ദേഹത്തിന് സമയം തികയുന്നല്ലോ എന്ന് എനിക്ക് തോന്നി. ഒടുവിൽ നീലാപത്മനാഭൻ്റെ പ്രശസ്ത സാഹിത്യകാരൻ നീലാപത്മനാഭൻ്റെ ഒരു പുസ്തക റിലീസിന് ഈ അടുത്തിടെ ഞാൻ വിസ്മയ ആക്സിൽ ചെന്നപ്പോൾ അവിടെ വച്ചാണ് അദ്ദേഹത്തുമായി സംസാരിക്കുന്നത്. കുറഞ്ഞൊരു 4-5 മിനിറ്റ് അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫും വാങ്ങി ഞാൻ മടങ്ങി. വളരെ ലളിതമായിട്ടുള്ള 3-4 വാക്കുകൾ. പക്ഷെ ആ വാക്കുകളിൽ സ്നേഹത്തിൻ്റെ, ലാളനയുടെ പരിവേഷമുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, അദ്ദേഹത്തിൻ്റെ കവിതകളും ഗാനങ്ങളുമാണ് എനിക്ക് പ്രിയം. അപ്പോൾ എഴുത്തുകാരനായ ഞാനും ചിന്തിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ചിട്ടാണ് ഈ എപ്പിസോഡിൽ നിങ്ങളോട് പറയുന്നത്. കൃഷ്ണശിലയായി നിങ്ങൾ കാണുമല്ലോ, വിലയിരുത്തുമല്ലോ.